സർവേകൾ വിവിധ ചാനലുകൾ വിവിധ രൂപത്തിൽ പറഞ്ഞ സർവേകൾ അതിൻ്റെ നിരർത്ഥകത സ്വയം സംസാരിക്കുകയാണ്. ഉദാഹരണമായിട്ട് ഒരു സർവേയിൽ കോഴിക്കോട് ജില്ലയിൽ UDF വളരെ വലിയ പ്രകടനം കാഴ്ചവെക്കും. വേറൊരു സർവേയിൽ ഒറ്റ സീറ്റും കിട്ടില്ല. ഒരു സർവേയിൽ മുഴുവൻ UDF ഏകദേശം, വേറൊരു സർവേയിൽ ഒറ്റ സീറ്റും കിട്ടില്ല. ഈ സർവേ നിരർത്ഥകമാണ്, ടൈം വേസ്റ്റാണ് എന്നുള്ളതിന് വേറെ വല്ല ഉദാഹരണം വേണം. ഇലക്ഷൻ തുടങ്ങുമ്പോൾ എല്ലാ സർവേകളും പ്രവചിച്ചത് വൻ നേട്ടം LDF നിന്നാണ്. ഇപ്പം മിക്ക സർവേകളും വലിയ വ്യത്യാസമില്ല, 3-4 സീറ്റ് അല്ലെങ്കിൽ 4-5 സീറ്റ് എന്നാണ് പറയുന്നത്. അത് എണ്ണി തീരുമ്പോൾ അങ്ങ് പരിഹരിക്കാനേ ഉള്ളൂ. എണ്ണി തീരുമ്പോൾ ആ പറഞ്ഞ ഏതാനും സീറ്റുകളുടെ വ്യത്യാസം അങ്ങില്ലാതാവും. UDFന് അനുകൂലമായ ഒരു ട്രെൻഡായിരുന്നു കേരള സംസ്ഥാനത്തുണ്ടായത് എന്നുള്ളത് അങ്ങ് മനസ്സിലാവും. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലുണ്ടായ അതേ സംഭവവികാസത്തിൻ്റെ പുനരാവിഷ്കാരമാണ് നടക്കുന്നത്. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ സർവേകൾ പ്രവചിച്ചത് മുഴുവൻ തെറ്റി. 50-50 അല്ലെങ്കിൽ 12-8 അല്ലെങ്കിൽ 9 UDFനും 11 LDFനും അങ്ങനെയൊക്കെ പല നമ്പർ പറഞ്ഞ് പല രീതിയിലാണ് പല സർവേകളും കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ ഇലക്ഷൻ റിസൾട്ട് പ്രവചിച്ചത്. വന്നപ്പോൾ UDF ട്രെൻഡായിരുന്നു എന്നുള്ളത് എല്ലാവരും തിരിച്ചറിഞ്ഞു. അന്നും പ്രവർത്തകന്മാർ ഇതേമാതിരി പറഞ്ഞിരുന്നു UDF തൂത്തുവാരും എന്നുള്ളത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അസംബ്ലിയിലും ഉള്ളത് അതുതന്നെയാണ്. UDF പ്രവർത്തകന്മാർ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന സീറ്റുകളൊക്കെയാണ് UDFന് നഷ്ടപ്പെടും എന്നുള്ള നിലയിൽ സർവേക്കാർ പറയുന്നത്. ഒരു ബൂത്തിൽ നിന്ന് ഒരാൾ അല്ലെങ്കിൽ 1.5 ആൾ, 2 ആൾ തേയില ഈ സർവേ ചോദിച്ചവർ. ഒരു അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് 250 വെച്ച് കണക്കൂട്ടി നോക്കിയാൽ 1.5 ലക്ഷം വോട്ടർമാരുള്ളിടത്തുനിന്ന് 250 ആളോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബൂത്ത് വൈസ് എത്ര ആളായി? ആ കണക്കാണ് ഞാൻ പറഞ്ഞത്. 1.5 ആൾ. ഇത്ര നിരർത്ഥകമായ ഒരു കാര്യമില്ല. ഈ എക്സിറ്റ് പോളിൻ്റെയൊക്കെ പ്രിൻസിപ്പിൾ വേറെയാണ്. ആ പ്രിൻസിപ്പിൾ അതനുസരിച്ച് ഏജ് ഗ്രൂപ്പ്, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, അവരുടെ പശ്ചാത്തലം, ബാക്കി കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു സാമ്പിൾ ഇൻടാക്റ്റ് ആയിട്ട് എടുത്ത് അതിൻ്റെ വിശ്വാസ്യത ആദ്യം പറയണം. അതൊന്നുമില്ലാതെ ഉള്ള ഒരു സർവേയാണ്. ഏതാനും ചാനലുകൾക്കൊന്നും ഇതിൽ യാതൊരു സേ ഇല്ല എന്ന് അവർ തന്നെ പറയുകയാണ്. ഏതാനും കമ്പനികളാണ്. അവരുടെ മോട്ടീവ് എന്താണെന്ന് അറിയില്ലല്ലോ. ഏതായാലും ഞങ്ങൾക്ക് പറയാനുള്ളത് UDFൻ്റെ നല്ല ഒരു പെർഫോമൻസിൻ്റെ റിപ്പോർട്ടുകളാണ് പോളിംഗ് കഴിഞ്ഞതിന് ശേഷം നാച്ചുറലായി പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ അതേ രീതിയിൽ കേരളത്തിലുണ്ടായത്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ അതേ രൂപമാണ് അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അന്നും സർവേ തെറ്റി, ഇതിൻ്റെയും സർവേ തെറ്റും. UDFൻ്റെ വളരെ വലിയ ഒരു പെർഫോമൻസ് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കാണുകയും ചെയ്യും. അതാണ് ഉണ്ടാകാൻ പോകുന്നത്. പിന്നെ ഈ സർവേകൾ കണ്ട് UDFന് വോട്ട് ചെയ്തവരും UDFൻ്റെ പ്രവർത്തകന്മാരും മൊറയിൽ നഷ്ടപ്പെട്ടോളും എന്ന് കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റി. അവസാനം വരെ അവർ കൗണ്ടിങ് ഹാളിലുണ്ടാവും.
പോസ്റ്റൽ വോട്ടിൽ കൃത്രിമം കാണിക്കാൻ ആരെങ്കിലും പരിപാടി ഇടുന്നുണ്ട് എങ്കിൽ, അതുപോലെ തന്നെ കൗണ്ടിങ് കോളങ്ങൾ മാറ്റി എഴുതാൻ എൽ ഡി എഫിൻ്റെ വോട്ട് യു ഡി എഫിനും യു ഡി എഫിൻ്റെ വോട്ട് എൽ ഡി എഫിനുമായി മാറ്റി എഴുതുക. എന്നിട്ട് തെറ്റിയത് ഏജൻസി പിടിക്കണ സമയത്ത് ഓ സോറി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ടാലി ചെയ്യും, പേര് മാത്രം മാറ്റുക. അപ്പോൾ പ്രവർത്തകന്മാരെ ഡീമോറലൈസ് ചെയ്തിട്ട് ഇത്തരം കൃത്രിമങ്ങളൊക്കെ കാണിക്കുന്ന വേലകളൊക്കെ ചില സ്ഥലങ്ങളിൽ നടന്നതായി കഴിഞ്ഞ കാലങ്ങളിൽ റിപ്പോർട്ടുണ്ട്. ഈ പ്രാവശ്യം അങ്ങനെ നടക്കുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ യു ഡി എഫ് പ്രവർത്തകന്മാർ വിജിലൻ്റ് ആയിരിക്കണം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പോസ്റ്റൽ വോട്ട് ബാലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പോസ്റ്റൽ ബാലറ്റുകൾ അല്ലേ, 80 വയസ്സ് കഴിഞ്ഞവർ, കോവിഡ്, പല ഇതുണ്ട്. നല്ല നമ്പറാണ്. അതിൻ്റെ കെട്ടിൽ കൃത്രിമം ഉണ്ടാക്കാം. അപ്പോൾ 10-15 സീറ്റ് എണ്ണിത്തോൽപ്പിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അങ്ങനെ ഒരു പദപ്രയോഗം തന്നെ കേരളത്തിൽ സാർവത്രികമായി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇലക്ഷനിൽ പ്രയോഗിക്കുന്നുണ്ട്. എണ്ണിത്തോൽപ്പിക്കുക, എണ്ണി തോൽപ്പിക്കുക. അപ്പോൾ എണ്ണി തോൽപ്പിക്കാനുള്ള പരിപാടിയൊക്കെ ആരെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പ്രവർത്തകന്മാർ, യു ഡി എഫ് പ്രവർത്തകന്മാർ വിജിലൻ്റ് ആയിരിക്കണം. ഈ സർവേയുടെയൊക്കെ ഒരു ദോഷഫലം അതാണ്. ഒരു ബൂത്തിൽ നിന്ന് 1.5 ആളോട് അല്ലെങ്കിൽ ഒരാളോട് ചോദിച്ചിട്ട് ആ ബൂത്തിലെ ഫലം മുഴുവൻ പറയാം. 1.5 ലക്ഷം 2 ലക്ഷം വോട്ടുള്ളടുത്ത് ആകെ 250 ആളോട് ചോദിച്ചിട്ട് ആ സീറ്റ് നിങ്ങൾക്ക്, ആ സീറ്റ് നിങ്ങളെടുത്തോ എന്ന് പറയുന്ന ഈ സർവേകൾ, ഇതൊരു ശാസ്ത്രമാണ്. ശരി, ആ ശാസ്ത്രത്തിന് അതിൻ്റേതായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊന്നും പാലിക്കാതെ, ആ നിയമങ്ങൾ പാലിച്ചങ്ങനെ വരും. കോഴിക്കോട് ജില്ലയിൽ ഒരു സർവേയിൽ അധികം സീറ്റ് യു ഡി എഫിന്, അധികമല്ല 9 സീറ്റ് യു ഡി എഫിന് ഒരു സർവേ. വേറൊരു സർവേ പറയുന്നു ഒറ്റ സീറ്റും ഇല്ല. അതെങ്ങനെ ശരിയാവുക? അപ്പോൾ സർവേകൾ നിരർത്ഥകമാണ്, ടൈം വേസ്റ്റാണ് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട്. പ്രവർത്തകന്മാർ, ജനങ്ങൾ ഇത് കണ്ട് തെറ്റിദ്ധരിക്കരുത്. ഇതിൻ്റെ പിന്നിൽ മോട്ടീവുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ ആരോപിക്കുന്നില്ല. പക്ഷേ മോട്ടീവ് തടയാനുള്ള യാതൊരു മെഷറും ഇല്ല. ഈ പറഞ്ഞ കമ്പനികളുടെയൊക്കെ ക്രെഡിബിലിറ്റി പലരും ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ കമ്പനികളുടെ, അവർക്കൊക്കെ എന്തെങ്കിലും മോട്ടീവുണ്ടോ? അവർ പെയ്ഡാണോ? അവർ അവരുടെ ഈ മോട്ടീവിനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്താനുള്ള ഒരു ഫ്രീഡം അവർക്കുണ്ടോ? ഇതൊന്നും അറിയില്ല. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഈ പരസ്പര വിരുദ്ധമായ സർവേ തന്നെ തെളിയിക്കുന്നുണ്ട് ആ സർവേകൾ ഒട്ടും ആശ്രയിക്കാൻ പറ്റുന്നതല്ല എന്നുള്ളത്. ചാനലുകൾ തന്നെ അതിന് മുഖവരി പറയുന്നുമുണ്ട്, ഇത് മുഖവിലക്ക് എടുക്കേണ്ടതാണ്. പിന്നെ എന്തിനാ ഈ ടൈം വേസ്റ്റ്? ആളുകളെ മിസ്ലീഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ മറവിൽ കൃത്രിമം കാണിക്കാനുള്ള ഒരു ശ്രമം ആവാം ഈ ചാനൽ. 1 മാസത്തിൻ്റെ ഉള്ളിലാണ് യു ഡി എഫിന് ഇത്രയും അധികം സീറ്റ് ഇപ്പോൾ ഈ സർവേയിലൊക്കെ കൊടുത്തത്. 1 മാസം മുമ്പ്, 1.5 മാസം മുമ്പ് 45 സീറ്റ് 50 സീറ്റൊക്കെ. അത് വന്നിട്ടിപ്പോൾ നേരിയ വ്യത്യാസമേ എല്ലാവരും പറയുന്നുള്ളൂ. ഒരു ചാനൽ അല്ല, ഒരു സർവേ, നാഷണൽ സർവേ കൂടുതൽ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ബാക്കി ഭൂരിപക്ഷം സർവേയിലും നേരിയ വ്യത്യാസം ഇപ്പോൾ പറയുന്നുള്ളൂ. അപ്പോൾ അത് തന്നെ സമ്മതിക്കുകയാണ് യു ഡി എഫിന് അനുകൂലമായ ഒരു വേവ് ഈ ഇലക്ഷനിൽ വന്നിട്ടുണ്ട് എന്ന് പറയാതെ പറയുകയാണ്. നേരിയ വ്യത്യാസമേ ഉള്ളൂ എന്ന് ഇപ്പോൾ പറയുമ്പോൾ ഒരു വേവ് ഉണ്ടായി എന്നുള്ളത് സർവേകൾ പറയാതെ പറയുകയാണ്. 1 മാസം മുമ്പ് ആ വേവ് ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോൾ നേരിയ വ്യത്യാസമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അനുകൂലമായി, യു ഡി എഫിന് അനുകൂലമായ ഒരു ടേൺ വന്നിട്ടുണ്ട് എന്നാണ്. ആ ടേൺ ഇനി എത്രത്തോളം എന്നുള്ളതാണ്, അത് നമുക്ക് കൗണ്ട് ചെയ്യുമ്പോൾ അറിയാം. അതുകൊണ്ട് ഇത് സർവേകൾ കണ്ടിട്ട് ജനങ്ങൾ വഞ്ചിതരാവരുത്. യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടും. യു ഡി എഫിന് കൂടുതൽ സീറ്റ് കിട്ടും. നമുക്ക് കൗണ്ട് ചെയ്യുമ്പോൾ കാണാം. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചോ അത് അസംബ്ലി തെരഞ്ഞെടുപ്പിലും സംഭവിക്കും. കാത്തിരുന്ന് കാണാൻ.
ഏ അതെ, അതാണ് ഞാൻ ഇപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാന ആവശ്യം ഇതാണ്. കൗണ്ടിങ് ഏജൻറ്റുമാർ വളരെ വിജിലൻ്റ് ആകേണ്ട സാഹചര്യമാണ്. കൗണ്ടിങ് ഏജൻറ്റുമാരെ വഴി തെറ്റിക്കാനും അതുപോലെ തന്നെ അവരിൽ ആത്മവിശ്വാസം കുറക്കാനും ഈ സർവേ കാരണമാവും. അത് ഫെയർ എലക്ഷൻ നടക്കുന്നതിന് വലിയ തടസ്സമാവും. ഇലക്ഷൻ കമ്മീഷനും അത് വിജിലൻ്റ് ആവണം. പിന്നെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ രാഷ്ട്രീയമുണ്ട്, നമുക്കറിയാം. ഉദ്യോഗസ്ഥന്മാർക്ക് രാഷ്ട്രീയമുണ്ട്. ഇതൊരു പ്രഷർ ടാക്ടിക്സായി വരാം. കോവിഡിൻ്റെ അല്ലെങ്കിൽ തന്നെ കോവിഡ് ടെസ്റ്റ് നടത്തണം, അതിൻ്റെ പ്രോട്ടോക്കോളുണ്ട്. 100 പ്രഷറാണ് കൗണ്ടിങ് ഏജൻറ്റുമാരെ മുകളിൽ. അതിന് പുറമെയാണ് മീഡിയകൾ നടത്തിയ സർവേകൾ നടത്തിയ ഈ നിരർത്ഥകമായ അശാസ്ത്രീയമായ സർവേകളുടെ പ്രഷർ. രണ്ടും കൂടി ആയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫെയർ ഇലക്ഷന് അങ്ങേയറ്റത്തെ ഒരു തടസ്സമായി ഈ സർവേകൾ വന്നിരിക്കുക. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ തെറ്റിയ സർവേ, അതുകൊണ്ട് തന്നെ അസംബ്ലി തിരഞ്ഞെടുപ്പിലും തെറ്റും. വളരെ മുമ്പൊന്നുമല്ലല്ലോ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ്. രാഹുൽ ഗാന്ധി തോൽക്കും, ശശി തരൂർ തോൽക്കും, രാഹുൽ ഗാന്ധിക്ക് ഭൂരിപക്ഷം ഉണ്ടാവില്ല, ശശി തരൂർ തോൽക്കും എന്നൊക്കെ പറഞ്ഞാൽ സർവേ ഇപ്പോൾ അടുത്ത കാലത്താണ് കേരളത്തിൽ നടന്നത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ. അപ്പോൾ അതുകൊണ്ട് സർവേകൾ വിശ്വസിച്ച് ആരും മാനസികമായി പ്രയാസപ്പെടരുത്. UDF വേവാണ് ഈ തിരഞ്ഞെടുപ്പിലുള്ളത്. കൗണ്ട് ചെയ്യുമ്പോൾ അത് മനസ്സിലാവുമെന്നാണ് പറയുന്നത്. ലീഗിന് മാത്രം കിട്ടിയാൽ പോരല്ലോ, UDF മൊത്തം കിട്ടണം. അതാണ് ഞങ്ങളെ താല്പര്യം. ലീഗിന് പെർഫോമൻസ് പറഞ്ഞു എന്ന് കരുതി ഉള്ള കാര്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ലീഗിൻ്റെ ഒരിക്കലും തോൽക്കാത്ത സീറ്റൊക്കെ തോൽക്കും എന്ന് ചില സർവേകളിൽ പറഞ്ഞിരിക്കുന്നു. കൊടുവള്ളി ഞങ്ങൾ ഏറ്റവും ഉറപ്പിക്കുന്ന സീറ്റാണ്. UDF ഏറ്റവും ഉറപ്പിക്കുന്ന സീറ്റ്. അതെങ്ങനെ ശരിയാവും? അതുപോലെ തന്നെയാണ് മറ്റ് ചില സർവേകൾ. ഇപ്പോൾ കോഴിക്കോട് ഒറ്റ സീറ്റും ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? അപ്പോൾ അവരവൻ്റെ താല്പര്യം അനുസരിച്ച് സർവേക്കാരൊക്കെ പറയുന്നുണ്ട് എന്നുള്ളത് ആദ്യം തന്നെ വ്യക്തമാണ്. ഒട്ടുമില്ല, എല്ലാം ഉണ്ട്. കുറേ വയനാട് ഒരു സർവേ പറഞ്ഞു തൂത്തുവാരുന്ന, വേറെ സർവേയിൽ വന്നിരിക്കുന്നതൊക്കെ UDFനാണ്. സർവേകൾ പരസ്പരം സംസാരിക്കുകയാണ്. അവരുടെ നിരർത്ഥകത അവർ സംസാരിക്കുന്ന ഒരു യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയാണ്. പല സർവേകളും പരസ്പര വിരുദ്ധമാകുന്നത് തന്നെ അതിൻ്റെ വിശ്വാസ്യത കളയുന്നുണ്ട്. കോഴിക്കോട് സൗത്തിൽ ഒരു സർവേയിൽ 17% വോട്ടിൻ്റെ വ്യത്യാസമാണ്. വേറെ സർവേയിൽ സീറ്റ് പോയി. എന്തൊരു നിരർത്ഥകതയാണിത്. നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ UDF പ്രവർത്തകന്മാർ ഈ സർവേ ആരും വിശ്വസിക്കുന്നില്ല. അവർക്ക് അവരുടേതായ കണക്കുണ്ട്. ആ കണക്ക് എന്ന് പറയുന്നത് അവർക്ക് ഇലക്ഷൻ രംഗത്തുള്ള പ്രവർത്തകന്മാർക്ക് അവരുടേതായ സർവേ ഉണ്ട്. ആ സർവേ പോളിംഗ് ദിവസമാണ്, പോളിംഗ് കഴിഞ്ഞാലുണ്ട്. എല്ലാ പാർട്ടികളും കണക്ക് കൊടുക്കുന്നുണ്ട്. അതൊരു സർവേയുടെ അടിസ്ഥാനത്തിലാണ്. ആ സർവേയുടെ അടിസ്ഥാനത്തിൽ ഇടതുമുന്നണി തോൽക്കുന്ന് അവർക്ക് റിപ്പോർട്ട് കൊടുത്തു എന്ന് ഞങ്ങളറിയുന്ന, അങ്ങനെ പറയാം, സീറ്റ് എക്സിറ്റ് പോളിൽ ജയിക്കുമെന്ന് ഇപ്പോൾ ചിലർ കൊടുത്തിട്ടുണ്ട്. അവർ തന്നെ തോൽക്കും സമ്മതിച്ച സീറ്റ്. മലപ്പുറം ജില്ലയിൽ അങ്ങനെ ഒരു സീറ്റുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിരൂരും കൊടുവള്ളിയും അതേപോലെ തന്നെ പല സീറ്റുകളും, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സർവേയിൽ സൗത്ത്. അപ്പോൾ ഞങ്ങളുടെ പ്രവർത്തകന്മാർ തന്ന ആ കണക്ക് സർവേയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അത് ബൃഹത്തായ സർവേയാണ്. ഓരോ ബൂത്തു നിന്നുള്ള സർവേ. വോട്ട് ചെയ്യുമ്പോൾ സ്ലിപ്പ് ടിക്ക് ചെയ്യുമല്ലോ, സാധ്യതയുള്ള വോട്ട്, സാധ്യതയില്ലാത്ത വോട്ട്, അതുപോലെ തന്നെ സംശയത്തിനോട്. അതിന് കോളം തന്നെ ഉണ്ട്. ഇതിനേക്കാൾ എത്ര മെച്ചാണത്? ഓരോ പോളിംഗ് ഏജൻറ്റിൻ്റെ അടുത്ത് സ്ലിപ്പ് കൊടുക്കുന്ന UDF പ്രവർത്തകൻ്റെ ബൂത്ത് ഏജൻറ്റുമാരുടെ കയ്യിലും
അവരുടെ കയ്യിൽ ഓരോ വോട്ടർക്കും ഓരോ പിന്നെ തരംതിരിക്കാനുള്ള കോളം അച്ചടിച്ച് പിന്നെ കോളമുണ്ട് വളരെ വ്യക്തമായിട്ട്. അത് മുഴുവൻ വോട്ടർമാരെയും കണക്കിലെടുത്തുകൊണ്ടുള്ള സർവേയാണ്, അല്ലാതെ ഒരു ബൂത്തിൽ നിന്ന് ഒരാളോട് ചോദിച്ചിട്ടുള്ള സർവേ അല്ല. നമ്പർ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. യു ഡി എഫിന് അനുകൂലമായ ഒരു വേവ് സംസ്ഥാനത്തുണ്ട്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കാലത്ത് ഫീൽ ചെയ്ത അതേ ഒരു ഫീലിംഗാണ് ഞങ്ങൾക്കുണ്ടായത്. ഇടതുപക്ഷ വോട്ടർമാരിലാണ് മാന്ദ്യം കണ്ടത്. ഉത്സാഹപൂർവ്വം യു ഡി എഫിൻ്റെ ക്യാമ്പ് സജീവമായിരുന്നു. അതുകൊണ്ട് യു ഡി എഫിൻ്റെ സീറ്റുകൾ ഒരുപാട് വർദ്ധിക്കും. മധ്യ തിരുവിതാംകൂറിലൊക്കെ നല്ല ട്രെൻഡായിരുന്നു. അതേപോലെ തന്നെ മുഴുവൻ ജില്ലകളിലും നല്ല ട്രെൻഡ് ഇതായിരുന്നു റിപ്പോർട്ട്. ആ നിലക്ക് കണക്കാക്കുമ്പോഴാണ് ഭരിക്കാനാവശ്യമായ ഭൂരിപക്ഷം 80-ൻ്റെ മുകളിലൊക്കെ കിട്ടും എന്ന് യു ഡി എഫ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് മറ്റന്നാളെയാണ് കൗണ്ടിങ്. ഇലക്ഷനിൽ എക്സിറ്റ് പോളല്ല, കൗണ്ടിങ്ങാണ് പ്രധാനം. യു ഡി എഫ് പ്രവർത്തകന്മാരും നിഷ്പക്ഷമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കണം എന്ന് ആഗ്രഹിക്കുന്നവരും അതുകൊണ്ട് തന്നെ ഫെയർ ഇലക്ഷന് വേണ്ടി വാദിക്കണം. ഇത് ഫെയറല്ല. ഫെയർ കൗണ്ടിങ്ങും ഫെയർ ഇലക്ഷൻ്റെ ഭാഗമാണ്. ഇത് ഫെയർ കൗണ്ടിങ് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ അനീതിയാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾക്ക് കൂടുതൽ സീറ്റ് പറഞ്ഞു എന്ന് വിചാരിച്ചാൽ അത് അനീതി അല്ലാതാവുന്നില്ല. ലീഗിന് നല്ല പെർഫോമൻസ് ഉണ്ട് എന്ന് പറഞ്ഞാലും ഞാനിത് പറയാൻ ബാധ്യസ്ഥനാണ്. ഇത് ഫെയറല്ല. അതുകൊണ്ട് ഇത് കണ്ട് അധികാരത്തിൽ തിരിച്ചു വരുമെന്ന് ഇടതുമുന്നണി കണക്ക് കൂട്ടിയാൽ അത് ശരിയാവില്ല. യു ഡി എഫ് ആണ് വരാൻ പോകുന്നത്.